കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ച് മഞ്ഞുമലയിലെ പിള്ളേർ 200 കോടി ക്ലബിലേക്ക്. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ച് മഞ്ഞുമലയിലെ പിള്ളേർ 200 കോടി ക്ലബിലേക്ക്. ചരിത്രത്തിൽ ഇടം നേടിയിരിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം. മലയാളത്തിന്റെ ആദ്യ 200 കോടി ചിത്രം, ആദ്യ ഡബിൾ സെഞ്ചുറി ചിത്രം അങ്ങനെ പിറന്നു വീടിരിക്കുകയാണ്. ദ ഫസ്റ്റ് മലയാളം മൂവി ടു ക്രോസ് 200 crores വേൾഡ് വൈഡ്. മഞ്ഞുമൽ ബോയ്സ് ആ നേട്ടം അങ്ങനെ തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുകയാണ്. അസാധ്യമെന്ന് തോന്നിയ ആ നേട്ടത്തെ നിഷ്പ്രയാസം വെറും 25 ദിനങ്ങൾ കൊണ്ട് ചിത്രം മറികടന്നിരിക്കുകയാണ്. മലയാള സിനിമ ചരിത്രത്തിൽ തന്നെ 200 കോടി ക്ലബിൽ ഇടം നേടുന്ന ആദ്യ ചിത്രമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സ്. ഫെബ്രുവരി 22-നായിരുന്നു ചിത്രം റിലീസിന് എത്തിയത്. ആദ്യ ദിനം മുതലേ തന്നെ ഗംഭീര പ്രതികരണമാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മലയാളത്തിന് പുറമെ തമിഴ്നാടും ചിത്രം ഏറ്റെടുത്തതോടുകൂടി സ്വപ്നതുല്യമായ നേട്ടത്തിലേക്ക് ചിത്രം അതിവേഗം കുതിച്ചെത്തി. അതുതന്നെയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക തിയേറ്ററുകളിലും ഈ ചിത്രം വലിയൊരു വിജയം തന്നെ നേടിയെടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോഴും ചിത്രത്തിന് വലിയ തിരക്കാണ് അവിടെ. തമിഴ്നാട്ടിൽ ഇപ്പോൾ തമിഴ് ഡബ്ബിംഗ് അല്ലാതെ മറ്റൊരു ചിത്രത്തിനും ഇതുവരെയുള്ള ഒരു നേട്ടം ഇങ്ങനെ നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. അതും മലയാള സിനിമ മലയാള ഭാഷയിൽ വന്ന് 50 കോടിക്ക് മുകളിൽ നേടുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയ സംഭവം തന്നെയാണ്. 50 കോടി നേടുന്ന ആദ്യ അന്യഭാഷാ ചിത്രമെന്ന റെക്കോർഡും ഇനി മുതൽ മഞ്ഞുമലിന് സ്വന്തം തന്നെയാണ്. തമിഴ് ഡബ്ബിംഗില്ലാതെ മലയാളത്തിൽ വന്ന് അങ്ങനെ ഒരു ചിത്രം അവിടെ നേട്ടമുണ്ടാക്കി. അത് മലയാളം വരാനിരിക്കുന്ന സിനിമകൾക്ക് കൂടി വലിയൊരു മാർക്കറ്റാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് ലഭിച്ചത് 60 കോടി രൂപയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യ ഇങ്ങനെ നേടിയെടുത്തിരിക്കുന്ന ഈ ഒരു സിനിമയുടെ നേട്ടം 68 കോടി രൂപയാണ്. കർണാടകയിൽ നിന്ന് മാത്രം 11 കോടി രൂപ ചിത്രം നേടിയെടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. സിനിമയുടെ മൊഴിമാറ്റ പതിപ്പുകളും എത്തുന്നതോടുകൂടി കളക്ഷൻ ഇനിയും ഇരട്ടിയായി മാറിയേക്കാം. ആഗോളതലത്തിൽ ഈ ചിത്രം നേടിയെടുത്ത നേട്ടം 200 കോടി എന്നത് അത്ര ചെറിയൊരു നേട്ടമായി നമുക്ക് കാണാൻ സാധിക്കില്ല. അതും വളരെ ചുരുങ്ങിയ ബജറ്റിൽ വന്ന ചിത്രമാണെന്ന് ഓർക്കണം. വെറും 12 കോടിക്കുള്ളിൽ ഒതുങ്ങിയ ഈ ചിത്രത്തിന്റെ നിർമ്മാണ ചെലവ് അത് അത്തരത്തിലുള്ള ടെക്നിക്കൽ പെർഫെക്ഷൻ ആവശ്യമുള്ളത് കൊണ്ട് കൂടിയായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ചിത്രം വലിയൊരു നേട്ടമാണ് നേടിയെടുത്തിരിക്കുന്നത്. ഒരു ഇൻഡസ്ട്രി ഹിറ്റായി ചിത്രം മാറിക്കഴിഞ്ഞു. മലയാളത്തിലെ ഏറ്റവും കൂടുതൽ പണം മാറുന്ന സിനിമകളിൽ 1-ാം സ്ഥാനത്ത് തന്നെയാണ് മഞ്ഞുമൽ ബോയ്സിന്റെ സ്ഥാനം. ഒരു സൂപ്പർ താര ചിത്രമല്ല എന്നുകൂടി ഓർക്കുമ്പോഴാണ് ചിത്രത്തിന്റെ നേട്ടം അത്ര നിസ്സാരമല്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തോളം 1-ാമതായി നിന്ന ചിത്രമാണ് ജൂഡ് ആന്റണി ചിത്രം 2018. ചിത്രത്തിന്റെ റെക്കോർഡാണ് മഞ്ഞുമൽ ബോയ്സ് പഴങ്കഥയാക്കി മാറ്റിയത്. ആഗോള ബോക്സ് ഓഫീസിൽ 175 കോടി രൂപയായിരുന്നു 2018 കളക്ഷൻ. എന്നാൽ അതിപ്പോൾ തിരുത്തി കുറിച്ചിരിക്കുകയാണ്. വെറും 25 ദിനങ്ങൾ കൊണ്ടാണ് മഞ്ഞുമൽ ബോയ്സിന്റെ ഈ കുതിപ്പ് എന്നതാണ് ചിത്രത്തിന്റെ വലിയ നേട്ടം. പുലിമുരുകൻ, ലൂസിഫർ, പ്രേമലു എന്നീ ചിത്രങ്ങളാണ് ടോപ്പ് 5-ലുള്ള മികച്ച കളക്ഷൻ നേടിയ മറ്റു മലയാള സിനിമകൾ. ഫെബ്രുവരി 22-നായിരുന്നു മഞ്ഞുമൽ ബോയ്സ് റിലീസ് ചെയ്തത്. ആദ്യ ദിനം മുതൽ മികച്ച മൗത്ത് പബ്ലിസിറ്റി ലഭിച്ച ചിത്രം സംവിധാനം ചെയ്തത് ചിദംബരമാണ്. കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും വലിയ പ്രതികരണമാണ് സിനിമ നേടിയെടുത്തത്. മഞ്ഞുമൽ ബോയ്സിന്റെ തെലുങ്ക് മൊഴിമാറ്റ പതിപ്പ് കൂടി എത്തുന്നതോടെ കളക്ഷൻ ഇതിലും കൂടുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഒരുപക്ഷെ 300 കോടിയിലേക്ക് ചിത്രം നേടിയേക്കാം എന്നും സംശയിക്കുന്നു. കൂടാതെ അമേരിക്കയിൽ നിന്ന് $1 മില്യൺ കളക്ഷൻ ഏകദേശം 8 കോടി രൂപയോളം സ്വന്തമാക്കുന്ന ആദ്യ മലയാള സിനിമ എന്ന റെക്കോർഡും മഞ്ഞുമലിന് സ്വന്തമാണ്. മലയാള സിനിമയെ സംബന്ധിച്ച് അഭിമാനകരമായ നേട്ടമാണിത്. സമീപകാലത്തൊന്നും ഒരു മലയാള സിനിമയ്ക്ക് കിട്ടാത്ത സ്വീകാര്യതയാണ് തമിഴ്നാട്ടിൽ മഞ്ഞുമൽ ബോയ്സിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുണാക്കേവും തമിഴ് പാശ്ചാത്തലവുമൊക്കെ സിനിമയിലെത്തിയതോടെ സാധാരണക്കാരും തിയേറ്ററുകളിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് തമിഴ്നാട്ടിൽ കാണുന്നത്. കമൽഹാസന്റെ ഗുണ മലയാളത്തിന് വലിയ രീതിയിലുള്ള നേട്ടമാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. കമൽഹാസനുള്ള മലയാളത്തിന്റെ ആദരവെന്നും ഒരു മലയാള സിനിമയ്ക്ക് തമിഴ് സിനിമ കാരണമാകുന്നത് തമിഴ് സിനിമയ്ക്ക് തന്നെയുള്ള ആദരവാണെന്നും പലരും വിധി എഴുതി കഴിഞ്ഞു. എന്തായാലും നിറഞ്ഞ കയ്യടികളോടെയാണ് സിനിമ കഴിഞ്ഞ് പ്രേക്ഷകർ തിയേറ്റർ വിട്ടിറങ്ങുന്നത്. എല്ലാവരുടെ അഭിപ്രായം ഒന്ന് തന്നെ, മികച്ച സിനിമ, ഇത് കാണേണ്ട സിനിമ. അങ്ങനെ സിനിമയെ വാഴ്ത്തിക്കൊണ്ട് അവർ തിയേറ്റർ വിട്ടു പോകുമ്പോൾ വീണ്ടും തിയേറ്ററിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഗംഭീര വിജയ ചിത്രമായി ഇത് മാറുകയാണ്. ഇനിയും അത് മുന്നേറ്റം തുടരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.